ഇന്നലെ ഞാൻ നേരെ ഉറങ്ങിയിട്ടില്ല. വെറുതെ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. കിട്ടാനുള്ളതാണെങ്കിൽ കിട്ടും. അച്ഛാ, ആ വിളിച്ചായിരുന്നോ? ഇല്ല മോനെ. സോറി അച്ഛാ, പോയിട്ട് വരാം. ഹരി, 12:15 നിന്റെ നീറ്റിന്റെ റിസൾട്ട് വരുന്നേ? അതെ. ആദ്യത്തെ 1000-ലെങ്കിലും ഉണ്ടാവോ? കിട്ടുമോ? എന്താ കിട്ടും. എടാ, എന്റെ ഉള്ളു ഉരുപ്പിടി എല്ലാം പണയം വെച്ചിട്ടാ നിന്നെ ഈ കോഴ്സിന് കൊണ്ട് ജോയിൻ ചെയ്യിപ്പിച്ചത്. എന്നിട്ട് നിനക്ക് ഇത്ര കോൺഫിഡൻസ് ഉള്ളോ? ഇടൂ, അതല്ലേ പറഞ്ഞത് അവന് കിട്ടുമെന്ന്. കിട്ടിയ കൊള്ളാം. അല്ലെങ്കിൽ ഇനി ഇവിടെ ഒന്നും ഇല്ല. പണയം വെക്കാനും വിറ്റ് പറക്കാനും സീറ്റ് വാങ്ങിക്കൊടുക്കാനും ഒന്നും. എടാ, നിന്റെ ആന്റിയുടെ മക്കളെ പോലെ നീയും ആവുന്ന ഞാൻ അവരോട് ബെറ്റ് വെച്ചിരിക്കണേ. ചതിക്കല്ലേ മോനെ. അമ്മ, ഞാൻ എന്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. കണ്ടോ ഏട്ടാ, അവൻ ഇപ്പോഴും ഇത്ര ഉറപ്പേ ഉള്ളൂ. എന്തായാലും ഉച്ചയ്ക്ക് അറിയല്ലോ, അപ്പൊ നമുക്ക് സംസാരിക്കാം. കിട്ടും കേട്ടോ, ടെൻഷൻ ഒന്നും ആവണ്ട. ദിബു, നിനക്കെന്താ ലൈറ്റർ? നീ സിഗരറ്റ് വലിക്കും? നീ ഇതെന്താ പറയണേ? എനിക്ക് സിഗരറ്റിന്റെ മണം പോലും ഇഷ്ടമല്ല. തലവേദന വരും. ഡോക്ടർ ആകാൻ പോകുന്ന എനിക്ക് അറിഞ്ഞൂടെ സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്ന്. ഇതെന്റെ ലൈറ്റർ അല്ല. ഇപ്പൊ ഓർമ്മ വന്നു. നമ്മുടെ ശാന്തി ചേച്ചി ഇന്നലെ ഇവിടെ തൂക്കാൻ വന്നിരുന്നു. അപ്പ കയ്യിൽ വീണതാ. തിരിച്ചു കൊടുക്കണം. അതിന് ശാന്തി ചേച്ചി സിഗരറ്റ് വലിക്കോ? പാവം, ഇത്ര വീട്ടിലാ ജോലി ചെയ്യുന്നത്. ഒരു ദിവസം പോലും അവധി കിട്ടാനില്ല. ഒരുപാട് സങ്കടമുണ്ട്. അപ്പൊ ആ വേദനയൊക്കെ മാറാൻ വേണ്ടി 1-2 സിഗരറ്റ് വലിക്കും. പാവാട്ടോ ശാന്തിയൊക്കെ. ഞാൻ അറിഞ്ഞെന്ന് അറിഞ്ഞിട്ട് തന്നെ ശാന്തി ചേച്ചിക്ക് ഭയങ്കര വിഷമായി. ഇനി നീയും കൂടി അറിഞ്ഞെന്ന് അറിഞ്ഞോണ്ടല്ലോ, ശാന്തി ചേച്ചിനെ പിടിച്ചാ കിട്ടൂല. ഐ ലവ് യു ശാന്തി ചേച്ചി. എല്ലാം ശരിയാവും, ടെൻഷൻ അടിക്കല്ലേ. ഇവൻ ഇതെന്തു പറ്റി? എനിക്കറിയൂടാ. നീ എന്തിനാ ഇവിടെ മാത്രം തുടച്ചോണ്ടിരിക്കുന്നേ? അത് ഈച്ച വീണെടുത്ത് മൊത്തം തണ്ണിമത്തം വീണെടുത്ത് മൊത്തം തണ്ണിമത്തം അത് തുടച്ചോണ്ടിരിക്കുക. ഭയങ്കര ഈച്ച. നീ അതും തരുന്ന ജോലി മര്യാദക്ക് ചെയ്യാത്ത നീ എന്താ സാറേ ഇത്? ഞാൻ വിശ്വസിക്കണം അല്ലേ? അതെ സാറേ. നടക്കട്ടെ നിന്റെ ചുറ്റിക്കളി. നീ ഏത് തൂപ്പുകാരിയെ കാണിക്കാനാടാ നീ ഇവിടെ നിന്ന് തുടയ്ക്കണത്? ഒരു ദിവസം ഞാൻ നിന്നെ പിടിച്ചോളാം കേട്ടാ. അതെ, നിന്നെ തന്നെ. കുരങ്ങനെ ഇങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. കുരങ്ങൻ സാറേ, അല്ല സാറേ, സാറേ സാറേ സാറ് പറഞ്ഞിട്ട് എന്തെങ്കിലും ഞാൻ ഇതുവരെ ചെയ്യാതിരുന്നിട്ടുണ്ട്. തന്നോട് ഞാൻ ടെറസിലെ ടയറും പൂച്ചട്ടിയും ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ട് ദിവസം 4 ആയി. താനത് ചെയ്തില്ലല്ലോ. കൊതുകടി താങ്ങാൻ വയ്യെന്നും പറഞ്ഞ് ഇവിടുത്തെ അവന്മാരെല്ലാം കൂടെ എന്നെ ഫോണിൽ വിളിച്ചു ചൊറിയ. അറിയോ തനിക്ക്? കൊതുകിന് മരുന്നടിക്കുന്നവനെ വരാൻ പറഞ്ഞിട്ട് അവൻ ഇന്ന് വരാം നാളെ വരാം എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നതല്ലാതെ വരുന്നില്ല. ഞാൻ എന്ത് ചെയ്യാൻ? തനിക്ക് എല്ലാത്തിനും ഓരോ ന്യായീകരണങ്ങളുണ്ടല്ലോ. ഇന്ന് അവിടെ വൃത്തിയായിരിക്കണം, അല്ല കൊതുകല്ല കണ്ണെ കടിക്കും. പിന്നെ അത് മരുന്നടിക്കുന്നവൻ നാളെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ മരുന്നടിക്കുന്നവൻ വന്നില്ലെങ്കിൽ തന്നെ ഞാൻ അടിക്കും. പിന്നെ എടോ, ആ 3G പയ്യന്റെ അടുത്ത്, എന്തിനാ അവന്റെ പേര്? സിദിൻ സാർ. അവനോട് ഇത്രയും കെയർലെസ് ആകരുതെന്ന് പറയണം. അവൻ കുടിച്ചിട്ടുണ്ടായിരുന്നു? അയാൾ കുടിക്കത്തില്ല, നല്ല മനുഷ്യനാ. എനിക്ക് കുടിക്കുന്ന സ്വഭാവമുണ്ട്, ഞാൻ എടുക്കാം. അതെ സാർ. അല്ല സാർ, സോറി സാർ, അറിയാതെ വായിന്ന് വീണുപോയി. വീഴും വീഴും. ആ തണ്ണിമത്തങ്ങ തന്റെ തലേ വീണിരുന്നേ അറിയായിരുന്നു. അങ്ങനെയൊന്നും വീഴൂല സാർ. സാർ, സാറിന്റെ അടുത്ത് ഞാൻ ലീവിന്റെ കാര്യം പറഞ്ഞിരുന്നില്ല. അടുത്ത ആഴ്ചയാണ് ലീവ് വേണ്ടത്. നീ ഇല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? എടാ, ഒരാളെ സെറ്റ് ചെയ്തിട്ട് നീ പോക്കോ. ഓരോ കാര്യത്തിന് ഈ അപ്പാർട്ട്മെന്റിലുള്ളവർ എന്നെ വിളിക്കുമ്പോ ഞാൻ എന്ത് ചെയ്യും? പറ, നീ നിനക്കറിയാലോ. കാര്യമുള്ളൂ സാർ, അനിയന്റെ മോന്റെ കല്യാണം. ആദ്യം പറഞ്ഞ കാര്യങ്ങൾ നീ ചെയ്യും, റീപ്ലേസ്മെന്റ്, എന്നിട്ട് ആലോചിക്കാം. മാറി നിൽക്കങ്ങോട്ട്. ഏത് നേരം കണ്ടിയണം കണ്ടിയണം. ഇത്രയും കണ്ടിയണം കൂടിയത് പോരെ. അല്ലെങ്കിൽ തന്നെ ഈ കാലത്ത് നമ്മൾ ആരെ സെറ്റ് ചെയ്യാൻ? ആരെങ്കിലും കൊണ്ടൊന്ന് ആക്കിയാ പിന്നെ നമ്മൾ വരുമ്പോ അവൻ നമ്മുടെ മുതലാളിയാവും. അല്ലെങ്കിൽ തന്നെ ഇവിടെ ആൾക്കാരങ്ങ് ക്യൂ കിടക്കുമല്ലേ. ഇവന്റെ കാട്ടും തുമ്പം കേട്ട് ജോലി ചെയ്യാൻ ഞാനല്ലാതെ വേറെ ആര് വരാൻ? ഇവൻ നീലമേഘമല്ല, കാർമേഘമാണ്. കാർക്കോട കെട്ടി സാറേ. ആരോടാ ജോസേട്ടാ രാവിലെ തന്നെ എത്ര കലിപ്പ്? നമ്മൾ നീലമേഘം സാറിനോടാ? അല്ല സാർ, ഫോണില് അനിയന്റെ അടുത്താ.
അല്ലാതെ നീലമേഘൻ സാറിന്റെ അടുത്ത് എനിക്കൊരു ദേഷ്യവും ഇല്ല സാർ. ലീവ് ചോദിച്ചിട്ട് തന്നില്ല എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ പ്രശ്നമൊന്നുമില്ല. എന്നാലും ഫോണ് ചെവിയിൽ വെച്ച് തെറി വിളിക്കുന്ന ടെക്നിക്ക് അതും പൊളിച്ചു. താൻ പേടിക്കണ്ട, 1 മാസത്തിനുള്ളിൽ ഈ ഫ്ലാറ്റിലെ സെക്രട്ടറി ഞാനാവും. അതിലുള്ള കരുക്കളൊക്കെ ഞാൻ നീക്കി തുടങ്ങിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ചേട്ടന്റെ സങ്കടങ്ങളൊക്കെ മാറും. ആ പോയ നീലമേഘം പെയ്തൊഴി അധികം സമയം വേണ്ട, മനസ്സിലായോ? അങ്ങനെ സംഭവിച്ച തനിക്ക് ഞാൻ വെറും ലീവല്ല, പെയ്ഡ് ലീവ് തരും. പെയ്ഡ് ലീവ്. ഓക്കെ, മാറ്റം വിദൂരമല്ല ചേട്ടാ, വിദൂരമല്ല. പോട്ടെ, കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. ഒക്കെ പറഞ്ഞ പോലെ കാണാ ചേട്ടാ. പോട്ടാ. ഓ ഹരി, മോനെ ഹരി. ഹരി, എവിടെ പോയതാ മോനെ? എവിടെയായിരുന്നു നീ? വാ. ഹരി എവിടെ വന്നിരുന്നോ? ആ, ഞാൻ ഹരിയുടെ അമ്മയാ. അവിടെ വന്നിരുന്നോ? അമ്മ എനിക്ക് എക്സാമില്, അമ്മ എനിക്ക് മെഡിസിൻ പഠിക്കാൻ താല്പര്യം. പ്രിയ നിർത്ത്, നീ അത് കയറിപ്പോ. ആ പറ, എവിടെ പോയിരുന്നടാ നീ? അതറിയാനാണോ നീ വിളിച്ചേ? എടാ നിന്നെ കാണാനില്ലെന്ന് പറഞ്ഞ അമ്മ എന്നെ വിളിച്ചു. അമ്മയുടെ കരച്ചിൽ കേട്ട് ഞാൻ പേടിച്ചു. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അളിയ? എടാ നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഞങ്ങൾ എല്ലാരും എന്ത് ടെൻഷൻ അടിച്ചെന്നറിയോ? ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് ഇട്ട് പലരും നീ എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ അതിനൊക്കെ ഒന്ന് ഫോൺ എടുത്ത് റിപ്ലൈ. നിനക്ക് എങ്ങോട്ടെങ്കിലും പോണെങ്കിൽ വീട്ടിൽ പറഞ്ഞിട്ട് പൊക്കിവിടാടാ. നിന്റെ അമ്മ നല്ല രീതിയിൽ പേടിച്ച്. നീ എവിടെയായിരുന്നാലും കുഴപ്പമില്ല, തിരിച്ച് വീട്ടിലോട്ട് വരാൻ പറഞ്ഞു. അല്ല, നീ എവിടെയായിരുന്നു? താൻ വിഷമിക്കാതെ, അവൻ തിരിച്ചു വന്നില്ലേ? അവന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ കടുംപിടുത്തൊക്കെ പിടിച്ചത്. എന്നിട്ട് അത് വിട്. അവന്റെ ഇഷ്ടം എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ ചോദിക്കണമായിരുന്നു. അവൻ പഠിച്ചത് അവന് വേണ്ടിയിട്ടായിരുന്നില്ലല്ലോ, നമുക്ക് വേണ്ടിയിട്ടായിരുന്നില്ലേ? അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. കുറച്ചു നേരം അവനെ കാണാണ്ടായപ്പോ എനിക്ക് മരിച്ചാ മതി തോന്നി. എന്തിനാണ്? ഞാൻ അവനോട് മാപ്പ് ചോദിക്കണോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. അവൻ നമ്മുടെ മോനല്ലേ. പിന്നെ ഓപ്ഷൻസ് നൽകുന്നതിന് പകരം മറ്റുള്ളവർക്ക് വേണ്ടി സെലക്ഷൻസ് നമ്മൾ നടത്തുന്നതാണ് പ്രശ്നം. അത് മക്കൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും. ഇനി ഉപദേശിക്കാൻ നിൽക്കണ്ട. ഈ അഡ്വൈസ് വലിയൊരു ബാധ്യതയാണ്, അത് കൊടുക്കുന്നവർക്കും വാങ്ങുന്നവർക്കും. പിന്നെ ഞാൻ എന്താ ചെയ്യാ? അവനിഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അവൻ തണുത്തോളും. അമ്മ ആ വാ വാ. അമ്മ നിന്റെ കാര്യം പറഞ്ഞിങ്ങനെ വിഷമിച്ച് നിൽക്കായിരുന്നു. സോറി അമ്മ, എനിക്ക് ആൻറ്റിയുടെ മക്കളെ പോലെ മാർക്ക് മേടിക്കാൻ കഴിഞ്ഞില്ല.